എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞ പോലെ എത്ര പെർഫെക്റ്റായിട്ടാണ് ഇവിടെ നിഫ്റ്റി റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴേക്ക് വന്ന് നോക്കൂ. നമ്മൾ 23,395 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോപ്പറായ എൻട്രി എടുത്ത് മേലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ബ്രേക്ക് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ താഴത്തെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ബ്രേക്ക് ചെയ്തിട്ടില്ല. അതേസമയം നമ്മൾ പറഞ്ഞ വേറൊരു കാര്യം, ഈ ഒരു ഏരിയയിൽ ഒരു 4-5 ദിവസം കൺസോൾട്ടേഷനിൽ ഷെയ്ഡ് വേയിലൂടെ പോകാൻ സാധിക്കും. നമുക്ക് ഉള്ളിൽ വരുന്ന പാറ്റേണുകൾ അടിസ്ഥാനമാക്കി ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് വളരെ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യമെടുത്താലും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. എത്ര പെർഫെക്റ്റായിട്ടാണ് നോക്കൂ ഈ ഒരു റേഞ്ച് റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ 1 ഡേ ക്യാൻഡിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് റെസ്പെക്റ്റ് ചെയ്ത് വളരെ കറക്റ്റായിട്ട് താഴെ വന്നിരിക്കുന്നു നോക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഷൂട്ടിംഗ് സ്റ്റാറാണ് ഫോം ആയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നാളെ ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ കഴിയും. ഈ ഒരു ട്രെൻഡ് ലൈനിലാണ് അല്ലെങ്കിൽ ഈ ഒരു ചാനൽ പാറ്റേണിലാണ് ബാങ്ക് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഒരു കഴിഞ്ഞ ഡിസംബർ മുതൽക്കാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ മുതൽക്ക് ഒരേ പാറ്റേണിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇവിടെ ബ്രേക്ക് ചെയ്തു, ഈ താഴെ ഇവിടെയും ബ്രേക്ക് ഡൗൺ ആയി. പക്ഷേ അതൊന്നും ഒരു ഫാൾ ബ്രേക്ക് ഔട്ടായിരുന്നു സംഭവിച്ചത്. വീണ്ടും അതിനകത്തേക്ക് തന്നെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇത് ബാങ്ക് നിഫ്റ്റിയാണ്, 1 ഡേ ടൈം ഫ്രെയിമാണ്. 2 ദിവസം നെഗറ്റീവാണ്. ഒരു റെഡ് ക്യാൻഡിൽ വെച്ചിട്ടുണ്ട്, ഇന്നലെയും വെച്ചു, ഇന്നും റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതും ഷൂട്ടിംഗ് സ്റ്റാറാണ്. അപ്പോൾ നമുക്ക് നാളെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, നമുക്ക് ആദ്യം റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. ഒരു പ്രീവിയസ് ഹൈ നമുക്ക് സിമ്പിളായിട്ടൊന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. 49,993 അപ്പോൾ പ്രീവിയസ് ഹൈ ആയ 49,990 നമ്മൾ മാർക്ക് ചെയ്തു. അതിന് താഴെ വരികയാണെങ്കിൽ നമുക്ക് പ്രീവിയസ് ലോ 49,000 മാർക്കറ്റ് താഴേക്കാണ് വരുന്നതെങ്കിൽ 49,016 ഈ ഒരു ഏരിയയിൽ 49,990 49,016 ഇവിടെ 49,990 ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് എടുത്തു പോകാം ബാങ്ക് നിഫ്റ്റി. അതേസമയം താഴേക്കാണ് വരുന്നതെങ്കിൽ ഇത് 1 ഡേ ടൈം ഫ്രെയിമിലാണ്. നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റും. 1 ഡേ ടൈം ഫ്രെയിമൊക്കെ സ്വിംഗ് ട്രേഡേഴ്സാണ് ചെയ്യാറുള്ളത്. അതായത് 4 ദിവസം 5 ദിവസമൊക്കെ ഹോൾഡ് ചെയ്യുമല്ലോ. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ റെസിസ്റ്റൻസ് വന്നിട്ട് 50,000 ഈ ഒരു ഏരിയയിലാണ് വരിക, 50,070. ഓക്കെ, സപ്പോർട്ട് വന്ന് പ്രീവിയസ് ലോ 40 ഈ ഒരു ഏരിയ 48,800 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുത്ത് താഴേക്ക് പോകാം. അതേസമയം 50,070 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1 അവർ ടൈം ഫ്രെയിമിൽ നമുക്ക് മുകളിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡിംഗ് സെറ്റപ്പ് നാളേക്കുള്ളത്. അതേപോലെ തന്നെ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 1 അവറിൽ റെസിസ്റ്റൻസ് ഈ ഒരു ഏരിയയിൽ വരും, 23,390. ഓക്കെ, പ്രീവിയസ് ലോ വന്നിട്ട് ഈ ഒരു ഇവിടെ 23,100. ഓക്കെ, ഈ ഒരു ഏരിയയിലാണ് വരിക, 23,100 കേട്ടോ. നാളെ 1 അവർ ടൈം ഫ്രെയിമിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 23,390 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ട്രേഡ് എടുത്ത് മുകളിലേക്ക് പോകാം. ഇല്ല താഴേക്കാണ് വരുന്നതെങ്കിൽ 23,100 ബ്രേക്ക് ചെയ്താൽ താഴേക്ക് വരാം. ഇതാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നാളെ ചെയ്യാനുള്ള ഒരു സാധ്യത. നമുക്ക് ഇന്നലെ കൊടുത്ത 2 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നോ. നെവിൻ ഫ്ലവർ ആയിരുന്നു ഒന്ന്, 3,485 എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓപ്പൺ ചെയ്തത് 3,436 ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 3,432. ഹൈ പോയിരിക്കുന്നത് 3,547. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് 1 അവർ ക്യാൻഡിൽ തന്നെ നമുക്ക് എൻട്രി ലഭിച്ചിട്ടുണ്ട്. 3,547 പോയി, നമുക്ക് 3,503, 3,512, 3,519 ഈ 3 ടാർഗറ്റും അച്ചീവ് ചെയ്തതിന് പുറമെ മുകളിലേക്ക് പോയി. അപ്പോൾ ട്രേഡ് എടുക്കാനുള്ള സെറ്റപ്പൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് HDFC AMC ആണ്. അത് സെൽ എൻട്രി ആയിരുന്നു പറഞ്ഞിരുന്നത് 3,750. ഓപ്പൺ ചെയ്തത് 3,810. ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 3,811.
താഴെ വന്നിരിക്കുന്നത് 3735. ഓക്കെ, അപ്പം നമുക്കതിലൊരു എൻട്രി ലഭിക്കുകയും ചെയ്തു. 3737 ഫസ്റ്റ് ടാർഗറ്റാണ്. സെക്കൻഡ് 3730, തേർഡ് 3724. പക്ഷേ ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 3735. അതായത് ഫസ്റ്റ് ടാർഗറ്റ് ഏകദേശം 13 പോയിൻറ്റ് 15 പോയിൻറ്റോളം താഴെ വന്നു. അതിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, നമുക്ക് നാളേക്കുള്ള 2 സ്റ്റോക്കുകൾ പരിചയപ്പെടാം. ഒന്നാമത്തേത് ടാറ്റ കെമിക്കൽസാണ്. ടാറ്റ കെമിക്കൽസ് നല്ല ഒരു അപ്പ് മൂവ്മെൻറ്റിലാണുള്ളത്. നമ്മൾ 2 ദിവസം മുന്നേ 1067 പറഞ്ഞിട്ട് അത് നമുക്ക് പ്രോഫിറ്റ് ലഭിച്ചതാണ്. ഇന്ന് വീണ്ടും നാളെ നമുക്ക് ഈ ഒരു ലൈന് നാളെ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. മാർക്കറ്റും നാളെ മുകളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. കാരണം നമ്മുടെ രാജ്യത്ത് ഒരു പോസിറ്റീവ് ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാർക്കറ്റ് നാളെ മുകളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. നമുക്ക് ടാറ്റ കെമിക്കൽസ് 1129 ബൈ എൻട്രി എടുത്ത് പോകാം. 1120 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 1138, 1144 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിന് മുകളിൽ പോവുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ വരെയൊക്കെ 1155 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. പരമാവധി സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, രണ്ടാമത്തേത് ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റിയിൽ നമുക്ക് ബൈ എൻട്രി തന്നെയാണുള്ളത്. 1166 ബൈ എൻട്രി എടുത്ത് പോകാം. 1158 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 1174, 1182 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിന് മുകളിൽ പോവുക എന്ന് വെച്ചാൽ 1200 അടുത്ത് 1195 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഈ 2 സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞങ്ങൾ നിത്യവും സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് താഴെ ലിങ്കുണ്ട്, ജോയിൻ ചെയ്യാം. ഓക്കെ, ബൈ.